അൻആം സൂറത്തിലെ ആദ്യത്തെ 3 ആയത്ത് നിത്യമായി ഓതാൻ കഴിയുമെങ്കിൽ അത് ഓതുക. ആദ്യത്തെ 3 ആയത്ത് അൽഹംദുലില്ലാഹില്ലദി എന്ന് തുടങ്ങിയിട്ട് അവസാനം വയഅലമു മാ തക്സിബൂൻ അതുവരെയാണ് 3-ാമത്തെ ആയത്തുള്ളത്. ആ തക്സിബൂൻ വരെയുള്ള ഭാഗങ്ങൾ നിത്യവും ഓതുകയാണെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഇവൻ ഉൾപ്പെടും എന്നതാണ് ഒരു പ്രത്യേകത. നിത്യമായി 3 ആയത്തുകൾ ഇങ്ങനെ ഓതുന്ന ആ വ്യക്തിക്ക് മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ കഴിയും. മലക്കൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അതിനൊക്കെ ഉത്തരം ഇവന് കൂടി ലഭിക്കും എന്നതും, അതേപോലെ തന്നെ മലക്കൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു തആല ഇവന് കൊടുക്കും എന്നതൊക്കെ നമ്മൾ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വസ്വാസ് രോഗികളുണ്ടെങ്കിൽ, വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾ, ആ രോഗികൾ ആ വസ്വാസ് നീങ്ങാനും ഈ സൂറത്ത് നിത്യമായി